വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറയാട്ടോ. 2026 ജനുവരി 1 ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്താഗതി വരികയാണ്. ഈശോയുടെ ചുറ്റും സ്ലീഹന്മാരിയ്ക്കുന്നതും അതിൽ യോഹന്നാൻ സ്ലീഹ ഈശോയോട് ചാരി കിടക്കുന്നതും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ ഈശോ, നിന്നെ കാണാനും നിന്നെ തൊടാനും ഒക്കെ സാധിച്ചല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചിന്താഗതി അപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. നിനക്ക് തൊടാനും നിനക്ക് കാണാനും മാത്രമായിട്ട് ഒരു അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഞാൻ മാറിയില്ലേ എന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെ ഞാൻ കുർബാന സ്വീകരിച്ച് ഞാൻ നിന്ന സ്ഥാനത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് വന്ന ചിന്താഗതി ഒന്നും കൂടി ഈശോ മനസ്സിലാക്കി തരുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഒരു പാപിയായ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വരുന്നതും, നമ്മൾ നോക്കുമ്പോൾ വെളുത്ത അപ്പമാണ്, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഫിസിക്കലായിട്ട് ശരിക്കും നമുക്കത് റിയലിസ്റ്റിക്കായിട്ട്, അതായത് അത് ശരിക്കും ഒരു ആളാണ്, നമ്മളവരെ കെട്ടിപ്പിടിക്കുന്നു, നമ്മളവളെ ഉമ്മ വയ്ക്കുന്നു, ഈശോ നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്തിനിങ്ങനെ കരയണേ, എനിക്കെന്തിനാ ഇത്ര വിഷമം എന്നൊക്കെ. പക്ഷെ വിഷമമല്ല, നമുക്ക് ഒരു കാര്യം ആത്മീയ തലത്തിൽ മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആത്മാവിൻ്റെ സന്തോഷത്തിൽ നിന്നാണ് ആ കരച്ചിൽ വന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നാളും കുർബാന സ്വീകരിച്ചപ്പോഴൊന്നും എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നമ്മൾ കുർബാന സ്വീകരിക്കുന്നു, അത് ഈശോയാണെന്ന് നമുക്കറിയാം, നമ്മൾ പോയി സ്വീകരിക്കുന്നു. പക്ഷേ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈശോയും നമ്മളും തമ്മിലുള്ളൊരു ഗാഢമായിട്ടുള്ളൊരു ബന്ധം വരുന്നത് നമ്മൾ ആ ഒരു വ്യക്തിനെ റിയലായിട്ട്, അതായത് നമുക്കിങ്ങനെ ശരിക്കും അനുഭവപ്പെടണം, എങ്കിലാണല്ലോ നമ്മളത് കൂടുതൽ വിശ്വസിക്കുക, നമുക്ക് കൂടുതൽ അടുപ്പുണ്ടാവുക. നമുക്ക് വേറൊരു ഡമ്മിയാണെങ്കിൽ നമുക്കൊന്നും തോന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു ഈശോ.